ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നെ ലൈവ് ദുബായിലുണ്ടോ എന്നുള്ള വെല്ലുവിളിച്ചുകൊണ്ട് ഞാനിതാ ആജൽ ടൈപ്പിംഗ് സെന്റർ ഗിസൈസില് ആജലിലാണ് ഉള്ളത്. അതൊന്ന് നിങ്ങളോട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഈ രാജ്യത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് വീടും കാര്യമുള്ള എന്റെ നാട് പോലെ തന്നെയാണ് ഇതും. ഞാൻ ഒരു തട്ടിപ്പുകാർക്കും ഞാൻ കൂട്ടുപിടിക്കൂല. അത് എന്റെ പ്രഖ്യാപിത നിലപാടുക. ഈ നിയമ സംഹിതക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോ 34 വർഷമായി. നീ ഇപ്പൊ എത്രയായി? വന്ന മുതൽ എന്നെ കാണലു തുടങ്ങി. അപ്പം ഇദ്ദേഹം എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഞാൻ ദുബായിലില്ല, ഞാൻ ഒമാനിൽ ഉച്ചക്കൊന്ന് പോയി വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ ഞാൻ തിരിച്ചു വന്നു. ആ വിമാനം കണ്ടപ്പോ ഇദ്ദേഹം കരുതി ഞാൻ മുങ്ങിന്. അപ്പോ അയാൾക്കൊന്ന് ലൈവ് ഇട്ട് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ആജൽ ഗിസൈസിലാണ് ഞാൻ ഉള്ളത്. നേരത്തെ ഞാൻ ലൈവ് ഫേസ്ബുക്കിൽ ഇട്ടാണ്. അത് എന്റെ ഷോപ്പ് ടീഡേയ്സിന് മുമ്പ് നിന്നാണ്. ഇതിൽ വേണമെന്നാ പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ നമ്മൾ നിയമം ഉൾക്കൊണ്ട് ഏത് രാജ്യത്തും ഞാൻ 48 രാജ്യങ്ങൾ ഞാൻ പോയിട്ടുണ്ട്, 5 ഭൂഖണ്ഡങ്ങളും. പക്ഷെ എല്ലാ രാജ്യത്തും പോലെ അവിടുത്തെ എല്ലാ നിയമങ്ങളും നമ്മൾ അനുസരിക്കണം. ആ അനുസരിച്ച് ജീവിച്ചാൽ ഒരാളെ നമ്മൾ പേടിക്കണ്ട. പൊന്നാര മറന്നാടാ, ഞാൻ ഇങ്ങനെ കറങ്ങണ ആളാ. ചിലപ്പോൾ ഞാൻ ഇന്ന് പോയി നാളെ വരും. ഒമാനിൽ പോയത് അന്ന് തന്നെ വന്നാണ്. അങ്ങനെ എല്ലാവർക്കും അറിയാം. ഈ ഗിസൈസിലുള്ള ഏകദേശം ആൾക്കാർക്കോ ഈ ഇതിലുള്ള ഞാൻ ഓൾറെഡി വരുന്നുണ്ട്. അപ്പം ഞാൻ മുങ്ങിയെന്നും ഞാൻ ഒളിച്ചു നിൽക്കുകയാണ്. അയാൾ ഏതോ ഫോറസ്റ്റ് പോയിട്ടായിരുന്നു 3-4 കൊല്ലം താമസിച്ച്. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇത് മറുനാടിനൊന്ന് എല്ലാവരും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുത്താളിട്ടോ. ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം നന്മകൾ തരുന്നു. ഓക്കെ, താങ്ക് യു.